ഹലോ നമസ്കാരം. ഇന്ന് ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടി വരുന്നൊരു കാലഘട്ടമാണ്. സ്കിൻ വൈറ്റനിങ്ങും ബ്യൂട്ടി കോൺഷ്യസ്നെസ്സും കൂടി ഒരുപാട് കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകൾ ഇന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട്. സ്കിൻ വൈറ്റനിങ്ങിനായിട്ട് ഗ്ലൂട്ടാത്തയോൺ, സൺസ്ക്രീൻ പോലുള്ള ക്രീമുകളുടെ യൂസ് ഇതെല്ലാം അമിതമായി വരുന്നത് മൂലം ധാരാളം ആളുകളിൽ കിഡ്നി ഡാമേജും സ്കിൻ ക്യാൻസറും കണ്ടുവരുന്നുണ്ട്. ഇവയിലെല്ലാം കെമിക്കൽ കണ്ടൻറ്റുകൾ വളരെ കൂടുതലാണ്. എപ്പോഴെങ്കിലും കിഡ്നി സംബന്ധമായ രോഗം മൂലം ഉണ്ടാകുന്ന പെയിൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാനിത് പറയുന്നത്. എപ്പോഴും നിങ്ങൾ കോസ്മെറ്റിക്സിൽ ഗ്ലൂട്ടാത്തയോൺ അങ്ങനെയുള്ള സൺസ്ക്രീൻ പോലുള്ള ക്രീമുകൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുക, ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മളതിൽ കെമിക്കൽ കണ്ടൻറ് ഉണ്ട്, നമ്മുടെ ശരീരത്തിന് കേടാണെന്ന് ചിന്തിക്കുന്ന പലരും ബ്യൂട്ടി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അത് കെമിക്കലുണ്ട് എന്ന് വറി ചെയ്യുന്നതായി കണ്ടിട്ടില്ല. നിങ്ങൾ ഈ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു ക്യാൻസർ സെൻറ്ററിലോ അല്ലെങ്കിൽ ഒരു കിഡ്നി സംബന്ധമായ അസുഖം മൂലം ഫേസ് ചെയ്യുന്ന ആരെങ്കിലും ഒരാളെ ഒന്ന് വിസിറ്റ് ചെയ്ത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു കിഡ്നി ഡാമേജ് ആയാൽ ഉണ്ടാകുന്ന ചിലവുകളും അതിനെല്ലാം അപ്പുറം അവരനുഭവിക്കുന്ന പെയിൻ, ഒരു കിഡ്നി ഡാമേജ് ആയാൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവ്, നമ്മുടെ ചിലവിനോടൊപ്പം തന്നെ ഇത് ഡൊണേറ്റ് ചെയ്യാൻ ഒരു ഡോണറെ കണ്ടുപിടിക്കുക വേണം. അതിനുള്ള ബുദ്ധിമുട്ട്, ഡോണർ വന്നാൽ അത് നമുക്ക് മാച്ച് ആവണം, അവരുടെ ചിലവുകൾ നോക്കണം. നമ്മൾ ഈ ക്രീമൊക്കെ വാങ്ങി ഉപയോഗിച്ച് കുറച്ച് നിറം വയ്ക്കുന്നത് ഇതെല്ലാം താൽക്കാലികമാണ്. ഒരു അസുഖം വരുന്നതിനോടൊപ്പം തന്നെ ഇതെല്ലാം ഓൺ ദ സ്പോട്ടിൽ നഷ്ടപ്പെടും. കോസ്മെറ്റിക്സ് യൂസ് ചെയ്തതിൻ്റെ പേരിൽ കിഡ്നി ഡാമേജ് ആയ ഒരാളല്ല ഞാൻ. പക്ഷേ എൻ്റെ 21ാമത്തെ വയസ്സിലാണ് ഞാനിതെല്ലാം ഫേസ് ചെയ്തത്. ഒരു മൂക്കിലൂടെ റൈസ് ടു ഫീഡ് ചെയ്യുന്നതും ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു വ്യക്തിക്കും ആരും കാണാൻ വരുന്ന ഒരാൾ സൗന്ദര്യം ആയിരിക്കില്ല കാണുന്നത്, അയാൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസ് ആയിരിക്കും. എപ്പോഴും ഹെൽത്തി ആയിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.